ജോലിയും പണവും പാർട്ടി വൈബുമായൊരു ജീവിതം. പിടിക്കപ്പെടില്ല എന്ന ഓവർ കോൺഫിഡൻസ് മൂലം അപ്രതീക്ഷിതമായ തിരിച്ചടി. പറഞ്ഞു വരുന്നത് അമേരിക്കയിൽ നാട് കടത്താൻ ശിക്ഷിക്കപ്പെട്ട 19 വയസ്സുകാരനായ ആര്യൻ ആനന്ദ് എന്ന ഇന്ത്യൻ വിദ്യാർത്ഥിയെക്കുറിച്ചാണ്. JEE പരീക്ഷ ക്രാക്ക് ചെയ്ത് എഞ്ചിനീയർ ആവുക എന്ന സ്വപ്നം നടക്കില്ല എന്ന് വന്നപ്പോൾ അബ്രോഡ് സ്റ്റഡീസിനെ കുറിച്ച് റിസർച്ച് ചെയ്യാൻ തുടങ്ങി. US-ലെ ചില യൂണിവേഴ്സിറ്റികൾ ഫുൾ സ്കോളർഷിപ്പോടുകൂടി UG പഠനം ഓഫർ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കി പഠനം, ഭക്ഷണം, താമസ ചെലവുകൾ അടക്കം ഫ്ലൈറ്റ് ടിക്കറ്റ്സ് വരെ സൗജന്യമായി ലഭിക്കുന്ന ഇത്തരമൊരു സ്കോളർഷിപ്പ് നേടുക എന്നതായി ആര്യൻ ആനന്ദിന്റെ അടുത്ത ലക്ഷ്യം. പക്ഷേ ഒരു തടസ്സമുണ്ട്. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും അക്കാഡമിക് സ്കോഴ്സുമായി മികച്ച ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമേഴ്സിന് മാത്രം ലഭ്യമാകുന്നതാണ് ഇത്തരം സ്കോളർഷിപ്പുകൾ. ആര്യൻ പിന്മാറിയില്ല. മികച്ച കള്ളന്മാർ പോലും തോറ്റുപോകുന്ന ഒരു മാസ്റ്റർ ഫ്രോഡ് പ്ലാൻ തയ്യാറാക്കി. 9 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലെ മാർക്ക് ഷീറ്റുകൾ വിദഗ്ധമായി എഡിറ്റ് ചെയ്തു. കോളേജ് പ്രിൻസിപ്പാളിന്റെയും കോളേജിന്റെയും ഒപ്പും സീലും വ്യാജമായി നിർമ്മിച്ചു. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. കോളേജിന്റെ അധികാരികൾ തന്നെ നേരിട്ട് യൂണിവേഴ്സിറ്റിക്ക് വേണം മെയിൽ അയക്കാൻ. ആര്യന്റെ ബ്രില്യൻസ് അവിടെയും തുടർന്നു. സ്വന്തമായി സ്കൂളിന്റെ പേരിൽ ഒരു മെയിൽ ID ഉണ്ടാക്കി. കേവലം @gmail.com എന്ന സാധാരണ മെയിൽ ID അല്ല, സ്കൂളിന്റെ പേരിൽ ഒരു കസ്റ്റം ഡൊമൈൻ ID വാങ്ങിക്കൊണ്ട് principal@schoolname.com എന്ന പേരിൽ ഒറിജിനലിനെ വെല്ലുന്ന ഫേക്ക് മെയിൽ ID. മുൻ വർഷങ്ങളിലെ സക്സസ്ഫുൾ ആപ്ലിക്കേഷൻസ് നോക്കിക്കൊണ്ട് AI ടൂൾസിന്റെ സഹായത്തോടു കൂടി ആപ്ലിക്കേഷൻസ് റീക്രിയേറ്റ് ചെയ്യുകയും എസ്സേകൾ റീറൈറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ട് വളരെ ബ്രില്യൻ്റായി ആപ്ലിക്കേഷൻ സമർപ്പിച്ചു. US-ലെ Ivy League അടക്കമുള്ള പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലെല്ലാം ആപ്ലിക്കേഷൻ നൽകി. ചില യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെ ഓഫറുകൾ ലഭിച്ചുവെങ്കിലും സ്കോളർഷിപ്പ് കിട്ടിയിരുന്നില്ല. അവസാനം ലീഹായ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാർഷ്യൽ ഫണ്ടിങ്ങോടുകൂടി അഡ്മിഷൻ ലഭിച്ചു. സ്കോളർഷിപ്പിന് പുറമെ പ്രതിവർഷം 15 മുതൽ 20 ലക്ഷം വരെ രൂപ ചെലവ് വരുന്നതായിരുന്നു ഈ ഓഫറുകൾ. അതുകൊണ്ട് തന്നെ എങ്ങനെയും ഫുൾ സ്കോളർഷിപ്പ് നേടുക എന്നതായി ആര്യന്റെ ലക്ഷ്യം. അതിനായി ഏതറ്റം വരെ പോകാനും ആര്യൻ റെഡിയായിരുന്നു. തന്റെ പിതാവിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് വ്യാജമായി നിർമ്മിച്ചുകൊണ്ട് പിതാവ് ക്യാൻസർ വന്നു മരിച്ചുപോയെന്നും പെൻഷൻ പണം തങ്ങളുടെ ജീവിത ചെലവിന് മാത്രമേ തികയുകയുള്ളൂ എന്നും വ്യാജമായി രേഖകൾ ഉണ്ടാക്കി. ആര്യന്റെ ആവശ്യം യൂണിവേഴ്സിറ്റി സീരിയസ് ആയി പരിഗണിച്ചു. ഫുൾ സ്കോളർഷിപ്പ് ഓഫർ ചെയ്തു. തീർന്നില്ല. US-ലെത്തി എല്ലാ ഫ്രോഡും നിർത്തി നന്നാവാൻ തീരുമാനിച്ചുവെങ്കിലും ആ തീരുമാനത്തിന് ഒരാഴ്ചയുടെ ആയുസ് പോലും ഉണ്ടായിരുന്നില്ല. വീണ്ടും പരീക്ഷയ്ക്ക് വേണ്ടി കോപ്പിയടിക്കേണ്ടി വന്നു. പരീക്ഷയിൽ ചീറ്റിങ്ങോടുകൂടി 4 out of 4 GPA സ്കോർസ് സ്വന്തമാക്കി. ഡ്രിങ്ക്സും ചില്ലും പാർട്ടി വൈബുമായി ഒരു ജീവിതം. ഒടുവിൽ പണം തികയാതെ വന്നപ്പോൾ താൻ ഒരു 3ാം വർഷ വിദ്യാർത്ഥിയാണെന്ന് വ്യാജമായി CV ഉണ്ടാക്കി ഒരു ഇന്റേൺഷിപ്പ് കരസ്ഥമാക്കി. മാസം 1.5 ലക്ഷം രൂപ വരെ സമ്പാദിച്ചു. മാസം തോറും പുതിയ മൊബൈൽ ഫോണുകൾ, ഗാഡ്ജറ്റ്സുകൾ. ജീവിതം സ്മൂത്തായി ചില്ലായി മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ തന്റെ കഥ റെഡിറ്റിൽ പോസ്റ്റ് ചെയ്യുന്നത് സ്റ്റോറിയുടെ ക്ലൈമാക്സിൽ എത്തുമെന്ന് ആര്യൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. അനോണിമസ് ആയി റെഡിറ്റിൽ പോസ്റ്റ് ചെയ്തുവെങ്കിലും റെഡിറ്റ് മോഡറേറ്റർമാരിൽ ഒരാൾ ആര്യന്റെ അക്കൗണ്ട് പിന്തുടർന്നുകൊണ്ട് അയാളുടെ ഡീറ്റെയിൽസ് കണ്ടുപിടിച്ചു. ലീഹായ് യൂണിവേഴ്സിറ്റിയുടെ ഏക പ്രൊഫൈൽ മാത്രമാണ് ആര്യന്റെ അക്കൗണ്ടിൽ നിന്ന് ഫോളോ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം യൂണിവേഴ്സിറ്റിയെ വിവരം അറിയിച്ചു. യൂണിവേഴ്സിറ്റിയുടെ അന്വേഷണം ഒടുവിൽ ആര്യനിലേക്ക് എത്തിച്ചേർന്നു. പഠിച്ച ഫ്രോഡുകൾ ഒന്നും തന്നെ രക്ഷയ്ക്കെത്തിയില്ല. ഒടുവിൽ ആര്യന് കുറ്റം സമ്മതിക്കേണ്ടി വന്നു. ഇന്ത്യയിലേക്ക് ഡീപ്പോർട്ട് ചെയ്യുന്നതും കാത്ത് അമേരിക്കൻ പോലീസിന്റെ തടവിലാണ് ആര്യൻ ആനന്ദ്. 2 മാസത്തിനുള്ളിൽ ഇന്ത്യയിലേക്ക് തിരിച്ചു വരേണ്ടി വരും. കള്ളവും ചതിയും കൊണ്ട് പടുത്തുയർത്തിയ കരിയർ ഒരു നിമിഷം കൊണ്ട് തകർന്നു വീഴുന്ന കാഴ്ച. അതെ, ഡോണ്ട് ചീറ്റ്. There's no shortcut to success.